ഇപ്പൊ CPI അച്യുതമേനോൻ സർക്കാരിന്റെ കാലഘട്ടം ഓർമ്മിപ്പിക്കുന്നതും അഭിമാനം കൊള്ളുന്നതും ഒക്കെ ഒട്ടും തെറ്റായ കാര്യങ്ങളല്ല, ശരിയായ കാര്യമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം CPIക്ക് അഭിമാനിക്കാൻ ഇതല്ലാതെ വേറെന്താ പറയാനുള്ളത്? 64 ഈ പാർട്ടി പിളർന്നതിന് ശേഷം അവര് കോൺഗ്രസ് പാർട്ടിയുമായി കൂടിയപ്പോഴോ അല്ലെങ്കിൽ അവരുടെ സഹകരണം സ്വീകരിച്ചപ്പോഴോ മാത്രമാണ് അഖിലേന്ത്യാ തലത്തിലും സംസ്ഥാന തലത്തിലും അവർക്കൊരു ബഹുമാനം കിട്ടിയത്. അത് കഴിഞ്ഞ് അടിയന്തരാവസ്ഥയുടെ കാരണമൊക്കെ പറഞ്ഞ് പട്ടിണ്ട കോൺഗ്രസിലെ തീരുമാനപ്രകാരം CPI അന്നത്തെ ജനാധിപത്യ മുന്നണിയെ വിട്ടിട്ട് CPM-ന്റെ കൂടാരത്തിൽ അഭയം തേടി. അതിനുശേഷം എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ തന്നെ CPI പറയുന്ന പല കാര്യങ്ങളും തള്ളിക്കളയുക ചെയ്തത്. എന്തിന്? ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് ഉണ്ടായത് എന്ന കാര്യത്തിൽ പോലും ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ ഒരു അഭിപ്രായ ഐക്യമില്ല. 1925 ഡിസംബർ 26 കാൺപൂരിൽ നടന്ന ഒരു യോഗത്തിലാണ് ഇന്ത്യയിലെ CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രൂപം കൊണ്ടതെന്നാണ് CPIക്കാർ വിശ്വസിക്കുന്നത്. അതാണ് അവർ പറയുന്നത്. പക്ഷെ CPM-ന്റെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്നെയും ഒരു 5 കൊല്ലം കൂടെ പഴക്കമുണ്ട്. അത് 1920-ലാണ്. അത് ഇന്ത്യയിൽ വെച്ചല്ല ഉണ്ടായത്. അന്ന് റഷ്യയുടെ ഭാഗമായിരുന്ന താഷ്കെന്റിൽ വെച്ചാണ്. 1920 ഒക്ടോബർ 17 M.N. റോയിയെയാണ് അന്നത്തെ ആ പാർട്ടിയുടെ സ്ഥാപകനായിട്ട് CPM കരുതുന്നത്. പറഞ്ഞില്ലേ, എന്നാണ് ഈ പാർട്ടി ഉണ്ടായതെന്ന കാര്യത്തിൽ പോലും ഒരു യോജിപ്പില്ലാത്ത രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ഈ CPM-ഉം CPI-യും.